ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്ന സയൻസിൻ്റെ, അതായത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണുന്നു? ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? അത് നമ്മുടെ സ്റ്റേപ്പീസ് ആണ്. അത് എവിടെയാണ് കാണുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ചെവിയിലാണ് അല്ലേ സ്റ്റേപ്പീസ് കാണപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയാണ് നമുക്ക് വേണ്ടത്? നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ഈ ക്ലാസ്സിൽ ഒത്തിരി തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്. വൈറ്റമിൻ എ നിശാന്തതയും ഉണ്ട്, സിറോഫ്താൽമിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ശരിയാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. ഒന്നുള്ളതാണ് ശരി. അപ്പൊ എന്ത് ചെയ്യുക, ബാക്കി അങ്ങ് വെട്ടിക്കളയുക. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. ബെറിബറി എന്താണ്? ബി ആണല്ലേ, വൈറ്റമിൻ ബി ആണ്. അപ്പൊ ഇത് തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 1ഉം 2ഉം ശരിയെന്നാണ്. 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഒബ്വിയസ്ലി ആൻസർ ഏതായിരിക്കും? 1ഉം 4ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. വൈറ്റമിൻ എയുടെ കുറവല്ല, നിശാന്തതയും സിറോഫ്താൽമിയുമാണ്. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. ഇതാണ് ഇവിടെ ശരി. അപ്പൊ ആൻസർ ഏതാണ്? 1ഉം 4ഉമാണ് നമുക്ക് ശരിയായിട്ട് വരേണ്ടത്. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനമാണ് ഏത്? പൊക്കാളിയാണ് ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത്. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയാണ്. പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിൽ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഫസ്റ്റ് ട്രോപ്പിക് തലം എന്ന് പറയുന്ന ആരായിരിക്കും? അത് ഉൽപാദകരായിരിക്കും. ഓക്കെ. പവിഴപ്പുറ്റുകൾ കാടിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ആണ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനമാണ് ഏത്? ബാർക്ക്. ഓക്കെ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. ബാർക്കാണ് ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം എന്ന് പറയുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് വേണ്ടത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. 1 ശരിയാണ്. ഓക്കെ, അപ്പൊ 2 മാത്രം ശരിയെന്നുള്ള ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളയാം. ഇനി നോക്കാം. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. കോളറ നമുക്കറിയാം എന്തിലൂടെയാണ്? ജലത്തിലൂടെയാണ് അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെയാണ്. ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന കൊതുക് പരത്തുന്നതാണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രമാണ്. നമ്മുടെ ഈ പറയുന്ന ഡിഫ്തീരിയ പരത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? അത് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നുള്ളതാണ് പേര്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ, ഇതാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? അനോഫിലിസ് പെൺകൊതുകാണ്. ഏതാണ്? നമ്മുടെ മലമ്പൊനിയാണ് അനോഫിലിസ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായ ജോഡി ഏത്? ക്ഷയത്തിനുള്ള കുത്തിവയ്പ്പാണ് എന്ത്? BCG എന്ന് പറയുന്നത്. ശരിയാണ്. ടെറ്റനസിന്റെ ഏതാണ്? ടെറ്റനസ് എന്ന് പറയുന്ന DPT വാക്സിൻ ആണ്. എന്താണ്? ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്. അപ്പൊ ഇത് തെറ്റാണ്. ഡിഫ്തീരിയ MMR, ഡിഫ്തീരിയക്കും എന്താണ്? DPT ആണ്. അപ്പൊ ഇതും തെറ്റാണ്. പോളിയോയുടെ വാക്സിൻ ഏതാണ്? OPV ആണ്. പോളിയോയുടെ വാക്സിൻ എന്ന് പറയുന്നത് OPV ആണ്. MMR എന്ന് പറയുന്നത് എന്താണ്? മീസൽസ്, അതേപോലെ മംസ്, അതേപോലെ റുബല്ല. അതാണ് MMR എന്ന് പറയുന്നത്. MMR വാക്സിൻ ഈ 3 അസുഖങ്ങൾക്കാണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ വില്ലൻ ചുമ. ടെറ്റനസ്, ഇതിന് 3നുമാണ് എന്തുള്ളത്? DPT വാക്സിൻ ഉള്ളത്. അപ്പൊ ഇവിടെ ഏതാണ് ശരി? 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി അല്ലാത്തതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. എപ്പോഴും ഓപ്ഷൻ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും, ഹീമോഫീലിയ ആയിരിക്കും. കാര്യം എന്താണ്? ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവിനി അല്ലെ. സമ്പൂർണ്ണ അവയവദാനവുമായി ബന്ധപ്പെട്ടതാണ് മൃതസഞ്ജീവിനി പദ്ധതി.
അശ്വമേധം ഏത് പദ്ധതിയുമായി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് അശ്വമേധം എന്ന് പറയുന്നത്? കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹകരാണ് ആര്? നമ്മുടെ വവ്വാലാണ് നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹകർ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? അതായത് ഏത് ജീവിയുടെ ഉള്ളിലാണോ അത് ചെല്ലുന്നത് അതിന്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് ആ ജീവി എന്ത് ചെയ്യുന്നത്? പെറ്റുപെരുകുന്നത്. അപ്പൊ അത് ഏതാണ്? അത് വൈറസ് ആണ്, വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സ ഏതാണ്? അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ആയുഷ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ആദ്യത്തത് എ എന്ന് പറയുന്നത് ആയുർവേദമാണ്, ആയുർവേദ. വൈ എന്ന് പറയുന്നത് യോഗ ആൻഡ് നാച്ചുറോപ്പതിയാണ് വൈ പറയുന്നത്. യു എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ യുനാനിയാണ് യു പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ അത് സിദ്ധവൈദ്യമാണ്. എച്ച് എന്ന് പറയുന്നത് ഏതാണ്? ഹോമിയോയാണ്. അവിടെ ഏതാണ് അപ്പൊ കൂട്ടത്തിൽ പെടാത്തത്? അലോപ്പതിയാണ് ഈ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഏത്? എക്സൈസിന്റെ ഏതാണ്? വിമുക്തിയാണ് എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടത്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. മൃതസഞ്ജീവനി സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാൽ. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഫസ്റ്റ് ഇതെന്ന് പറയുന്ന എപ്പോഴും എന്താണ്? ഹരിത സസ്യങ്ങളായിരിക്കും അല്ലെ? അപ്പൊ അത് ഏതാണ്? പുല്ലാണ്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ് ചന്ദ്രശങ്കര? നമ്മുടെ തെങ്ങിൻ്റെതാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം എവിടെയാണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കരളിലാണ്. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് വായ്പുണ്ണുണ്ടാകുന്നത്? അത് ജീവകം ബി, വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എ ആണെങ്കിൽ നിശാന്തത, സിറോഫ്താൽമിയ. ഡി ആണെങ്കിൽ റിക്കറ്റ്സ് അഥവാ കാണ. സി ആണെങ്കിൽ എന്താണ്? സ്കർവി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്താനാണ്. വന്യജീവി സങ്കേതം നീലഗിരി. നമ്മൾ നീലഗിരി ബയോസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോവുക. ഒന്നുള്ളതൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുക. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദേശീയ പാർക്ക് സൈലന്റ് വാലി. ഓക്കെ, ദേശീയ പാർക്ക് സൈലന്റ് വാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ശരിയാണ് അല്ലെ? നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി നമ്മുടെ നാഷണൽ പാർക്കുകളിൽ വരുന്നതാണ്. അത് ശരിയാണ്. അപ്പൊ രണ്ടുള്ളതിനെയൊക്കെ നമുക്ക് പരിഗണിക്കാം. രണ്ടില്ലാത്തത് നമുക്ക് വെട്ടിക്കളയാം. ഒന്നുകിൽ രണ്ട് മാത്രം ശരി, അല്ലെങ്കിൽ എന്താണ്? രണ്ടും മൂന്നും ശരി. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യകൂടം, ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി ആണ് എന്ത്? നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഇവിടെ ആർക്കാണ്? ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന അവാർഡാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം മാർച്ച് 22-നാണ് ലോക ജലദിനം. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? വനജയ്ക്ക് കാൽ ക്ഷയം എന്ന് പഠിക്കും അല്ലെ? 21, 22, 23, 24. 21 എന്ന് പറയുന്നത് വനദിനം, 22 എന്ന് പറയുന്നത് ജലദിനം, 23 എന്ന് പറയുന്നത് കാലാവസ്ഥാ ദിനം, 24 എന്ന് പറയുന്നത് ക്ഷയരോഗ ദിനമാണ്. ഓക്കെ, ഇപ്പൊ 2025 ക്ഷയരോഗ ദിനത്തിന്റെ തീമാണ് എന്ത്? Yes, we can end TB. Yes, we can end TB. Commit, invest, deliver എന്നുള്ളതാണ് എന്ത്? 2025 നമ്മുടെ എന്താ ക്ഷയരോഗ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി. ജലദോഷം ആരാണ്? ജലദോഷം എന്ന് പറയുന്നത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ജലദോഷം.
ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? ഡെങ്കിപ്പനി പരത്തുന്ന ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ്. നമുക്കറിയാം അനോഫിലിസ് നമ്മൾ പറഞ്ഞു മലമ്പനിയാണെന്നുള്ളത്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്, എയ്ഡ്സ് എന്താണ്? HIV വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ട് വരുന്നത്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് 120/80 mmHg ആണ്. 120/80 mmHg. മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? എത്രയാണ്? 206 അസ്ഥികളാണ് മനുഷ്യന്റെ അസ്ഥി വ്യവസ്ഥയിൽ. നമുക്കറിയാം അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും ഉണ്ട്. അത് 80ഉം 126ഉമാണ്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഏത്? ഇനാമൽ. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്നത് ഏതാണ്? ഇനാമൽ ആണ്. ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര തവണയാണ് ഒരു മനുഷ്യന്റെ ശരാശരി ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്? 72 ആണ് അല്ലെ. ഓപ്ഷൻ എ 72 ആണ്. പുകയിലയുടെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായുവറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയും ശ്വസനത്തിലെ പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? എംഫിസിമയാണ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത്, കണ്ടോ, അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ ടൈഫോയിഡ് ആണ്. പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയെല്ലാം എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരാണ് എന്ത്? മൃതസഞ്ജീവിനി പദ്ധതി. നമ്മൾ കുറച്ചു മുമ്പും പറഞ്ഞതാണ്. മോഹൻലാലാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നും പറഞ്ഞതാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? വരയാട്. വരയാടിനെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ സംരക്ഷിക്കുന്നത്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത്? ഹോർട്ടികൾച്ചർ. അപ്പൊ ക്യൂണിക്കൾച്ചർ എന്താണ്? ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. എന്താണ് എപ്പികൾച്ചർ? എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? നെക്സ്റ്റ് നോക്കാം. പിസികൾച്ചർ. പിസികൾച്ചർ ഏതാണ്? പിസികൾച്ചർ എന്ന് പറയുന്നത് മീൻ അല്ലെ, ഫിഷ് ആണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സെറികൾച്ചർ ഉണ്ട്. സെറികൾച്ചർ എന്താണ്? അത് പട്ടുനൂൽ പുഴുവാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഏതാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ? അത് നെല്ലാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം അറിയപ്പെടുന്ന പേരാണെന്ത്? കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നുള്ളത്. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. പേശികളും അസ്ഥിയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അസ്ഥിയും തമ്മിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് പറയുന്നത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി എന്ത് ചെയ്യുന്നത്? അതിനെ സംരക്ഷിക്കുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ്. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ രക്തം. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവമാണ് കരൾ. കരളാണ് എന്താക്കി മാറ്റുന്നത്? അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത്. മുതിർന്ന വ്യക്തികൾ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. അക്രോമെഗാലി. അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്ന് ജസ്റ്റ് നോക്കാം. നോക്കിക്കേ, വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായിട്ട് ശരീര വളർച്ച ഉണ്ടാകും. ഇതാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അക്രോമെഗലിയും എന്താണ്? അതും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നതാണ്. പക്ഷെ അത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വളർച്ചാഘട്ടത്തിന് ശേഷം ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും വളരുന്ന ആ ഒരു ടൈം പീരീഡിന് ശേഷം ഈ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? മുഖവും താടിയല് വിരലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വികൃതമായിട്ട് തന്നെ വളരും. അതിനെയാണ് നമ്മൾ അക്രോമെഗലി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ എന്താണ് പറയേണ്ടത്? അപ്പൊ ഭീമാകാരത്വവും അക്രോമെഗലിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. രണ്ടും എന്താണ്? സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടുന്നതാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഭീമാകാരത്വം എന്നത് വളർച്ചയുടെ ഘട്ടത്തിലാണ്. കണ്ടോ, ഇവിടെ ഒരു ഭീമാകാരത്വം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിഞ്ഞു പോകരുത്. ഭീമാകാരത്വം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിനാണ് നമ്മുടെ വളർച്ചാ ഹോർമോൺ എന്നൊക്കെ പറയുന്നത്. അതിന്റെ ആ ഒരു ടൈമിൽ നമ്മുടെ വളർച്ച ആ ഒരു കാലഘട്ടത്തിൽ ഈ ഹോർമോൺ അങ്ങ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് അങ്ങ് വളരും. അതിനെയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വളർച്ച മുരടിച്ചു പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാമനത്വം എന്ന് പറയുന്നത്. വാമനത്വം, ഡ്വാർഫിസം. ഓക്കെ, ഉണ്ടോ? വാമനത്വവും ഭീമാകാരത്വവും തമ്മിലുള്ള ആ ഡിഫറൻസ് തന്നേക്കുവാണ്. ഇത് അക്രോമെഗലി ബാധിച്ച ഒരാളുടെ ഫേസുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വേറെ പറഞ്ഞിട്ടുള്ള എന്താണ്? ക്രെറ്റനിസവും മിക്സഡിമ എന്താന്ന് നോക്കാം. കണ്ടോ, ക്രെറ്റനിസം എന്ന് പറയുന്നത് എന്താണ്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഓക്കെ, ഹൈപ്പോയും ഉണ്ട്, ഹൈപ്പറും ഉണ്ട്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വാക്കുകൾ, അപ്പൊ കുറവാണ്. തൈറോയിഡിന്റെ അളവ് എന്താണ്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നു. ഹൈപ്പർ ഇവിടെ എന്തുണ്ട്? 1, 2, 3 വാക്കുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? അതാണ് കൂടുതൽ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, ചിലപ്പോൾ തിരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് നോക്കാം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് എന്ത്? ക്രെറ്റനിസം എന്ന് പറയുന്നത്. ക്രെറ്റനിസം എന്താണ്? നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ, നമ്മുടെ കുഞ്ഞെന്താണ് നമ്മുടെ വയറ്റിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് വന്ന് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് നമ്മുടെ മാനസിക വളർച്ചയെ ബാധിക്കും. ക്രെറ്റനിസം കുട്ടികളിൽ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ക്രെറ്റനിസം ആർക്കാണ്? കുട്ടികൾക്കാണ്. മുതിർന്നവരിൽ മിക്സഡിമ. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവാണ് എന്ത് സംഭവിക്കുന്നത്? മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ്. അതിൽ തന്നെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്രെറ്റനിസം കുട്ടികളിലും മിക്സഡിമ മുതിർന്നവരിലും. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അടുത്തതാണ് ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തൈറോക്സിന്റെ തുടർച്ചയായ അമിത ഉൽപാദനം മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? തൈറോക്സിൻ സ്വാധീനിക്കുന്ന നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? ത്വരിതഗതിയിലാക്കുന്ന അവസ്ഥയാണ്. അതായത് ഉയർന്ന ഉപാപചയ നിരക്ക്, ശരീര താപനില കൂടുതൽ വിയർപ്പ്, ഹൃദയമിടിപ്പ്, ഇതൊക്കെ എന്താണ്? ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാം വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഭീമാകാരത്വം എന്താണ്? വാമനത്വം എന്താണ് അക്രോമെഗലി? അത് മൂന്നും എന്താണ്? സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ടതാണ്, തൈറോക്സിനുമായി ബന്ധപ്പെട്ടതാണ്, ക്രെറ്റനിസവും മിക്സഡിമയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? ലൈസോസൈം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലൈസോസൈം ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകാനായി കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് എന്ത്? മിഠായിയാണ്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. 2025 എവിടെയാണ്? അത് കൊറിയയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മിനുസപേശിക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. മിനുസപേശി അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന എന്തായിരിക്കും? അത് അസ്ഥിപേശിയായിരിക്കും. ഓക്കെ, അതേപോലെ രക്തക്കുഴലുകളിൽ കാണപ്പെടുന്ന എന്താണ്? മിനുസപേശിയാണ്. 2 ശരിയാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു, അതെന്തിനാണ്? അത് അസ്ഥിപേശിക്കും അതേപോലെ ഹൃദയപേശിക്കും ഒക്കെ എന്താണ്? കുറുകെ വരകൾ കാണപ്പെടും. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് എന്താണ്? മിനുസപേശിയാണ്. അപ്പൊ ഇത് രണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ വരേണ്ടത് നമുക്ക് തെറ്റായതല്ലേ വേണ്ടത്. തെറ്റെന്ന് പറയുമ്പോൾ 1ഉം 3ഉമാണ് തെറ്റായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഇതാണ് അസ്ഥിപേശി എന്ന് പറയുന്നത്. സ്കെൽറ്റൽ മസിൽ അഥവാ രേഖാങ്കിത പേശി എന്ന് പറയും. കണ്ട, അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾക്ക് സഹായിക്കുന്നത് അസ്ഥിപേശിയാണ്. നെക്സ്റ്റ് മിനുസപേശി അഥവാ രേഖാശൂന്യ പേശി എന്താണ്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നതാണ്.
സ്പിൻഡിലാകൃതിയിലുള്ള കോശങ്ങളാണ്, കുറുകെ വരകളില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഹൃദയപേശി എന്താണ്? ഹൃദയഭിത്തികൾ കാണപ്പെടുന്നു, ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനമാണ്. അപ്പൊ ഐച്ഛിക ചലനത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പേശി എന്ന് പറയുന്നത് അത് രേഖാങ്കിത പേശി അഥവാ അസ്ഥിപേശി മാത്രമാണ്. അനൈച്ഛിക ചലനങ്ങൾക്കാണെങ്കിലാണ് മിനുസപേശിയും അതേപോലെ ഹൃദയപേശിയുമാണ്. കുറുകെ വരകളുള്ളത് അസ്ഥിപേശിക്കും അതേപോലെ ഹൃദയപേശിക്കുമാണ്. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി. വാരിയെല്ലുകൾ 24. ശരിയാണ് അല്ലെ? ബാക്കി ഒന്നും നോക്കണ്ട, കാര്യം ABCD എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കാം. കണ്ടോ, തലയോടിൽ എത്ര അസ്ഥികളാണുള്ളത്? 29 അസ്ഥികളാണ്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. തലയോട്ടിൽ 29. തോൾവലയമാണെങ്കിൽ അത് 2 വീതം എന്താണ്, 2 സൈഡിലുമായിട്ട് 4 എല്ലുകളാണുള്ളത്. മാറല്ലെന്ന് പറയുന്നത് ഇതാണ്, അത് 1ആണ്. വാരിയെല്ലുകൾ 24ആണ്. നട്ടെല്ല് 26ആണ്. കൈകളിലെയും അസ്ഥികൾ എന്ന് പറയുന്ന മൊത്തം 60ആണ്. ഒരു കയ്യിൽ 30 വീതം, 2 കൈ ആവുമ്പോൾ 60 അസ്ഥി. 2 കാലും കൂടി ആവുമ്പോഴേക്കും എത്രയാ? 30 വീതം, എത്രയാണ്? 60 വീതം. ശ്രേണി വലയത്തിൽ എത്രയാണ്? ഇതാണ് ശ്രേണി വലയം എന്ന് പറയുന്നത്. അതിൽ എത്രയാണ്? 2 അസ്ഥികളാണ്. കണ്ട, ഇങ്ങനെ ഒന്ന്, അതേപോലെ ഇപ്പുറത്ത് ഒന്ന്. ഇങ്ങനെയാണ് നമ്മുടെ അസ്ഥികൂടം, അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടവും വരുന്നത്. ഇതാണ് നമ്മുടെ അക്ഷാസ്ഥികൂടം വരുന്നത്, ഇതാണ് നമ്മുടെ അനുബന്ധാസ്ഥികൂടം വരുന്നത്. അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ മെയിൻ ആ ഒരു അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആ ഒരു സ്ട്രെയിറ്റ്. അനുബന്ധാസ്ഥികൂടം എന്ന് പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാമാണ് എന്ത്? അനുബന്ധാസ്ഥികൂടം എന്ന് പറയുന്നത്. അത് 80ഉം 126ഉമാണ്. അക്ഷാസ്ഥികൂടം 80ഉം അനുബന്ധാസ്ഥികൂടം 126ഉമാണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. മാറല് ഇവിടെ എത്രയായിരുന്നു പറഞ്ഞത്? നമ്മൾ 1ആണ് അല്ലെ? നട്ടെല്ലിൽ എത്രയാണ്? 26ആണ്. തലയോട്ടിലാണെങ്കിൽ അത് 29ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം അറിയപ്പെടുന്ന പേരാണ് എന്ത്? പ്ലൂറ. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നതാണ് എന്ത്? വിജാഗിരി സന്ധി. ഇത് ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് എന്ത്? കീലസന്ധി എന്ന് പറയുന്നത്. ഇടുപ്പെല്ലും തുടയെല്ലൊക്കെ എന്താണ്? ഗോളര സന്ധിയാണ്. ഗോളര സന്ധി. ഇടുപ്പെല്ല് തുടയെല്ലൊക്കെ. അപ്പൊ തെറ്റാണ്. ഗോളര സന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. അത് തെറ്റാണ്. അത് ഏതാണ്? അത് കീലസന്ധിയാണ്. കീലസന്ധി. ഓക്കെ, ഇവിടെ ശരിയായ പ്രസ്താവന നമുക്ക് ഒന്ന് ശരിയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അത് നോക്കാം അല്ലെ? ഓപ്ഷൻ. കാര്യം 1, 2, 2, 3 അങ്ങനെയൊന്നും തന്നിട്ടില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഇത് നമ്മുടെ ഗൈഡിലും കാര്യങ്ങളിലൊക്കെ ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൻസർ കീയിൽ ഇത് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് സന്ധികളൊന്നും വായിച്ചു നോക്കുക. നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. കാര്യം ഇവിടെ തന്നിരിക്കുന്നത് ലൈസോസോം എന്നാണ്. ലൈസോസോം അല്ല, എന്താണ്? ലൈസോസൈം ആണ്. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളാകുന്നു. പ്രോത്രോംബിൻ ത്രോംബിനാകുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ രാസാഗ്നി ഉണ്ടാക്കുന്നു. നോക്കാം ഇതിലേതാണ് ശരിയെന്ന് പറയുന്നത്. ഉണ്ടോ? ഇതാണ് രക്തം കട്ടപിടിക്കുന്നതിന്റെ ആ ഒരു പ്രവർത്തനം. അതായത് നമ്മുടെ മുറിവേറ്റ ഭാഗത്ത് എന്താണ്? കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ആദ്യം ഉണ്ടാകുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഉണ്ടോ? അപ്പൊ ആദ്യം വേണ്ടത് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നിയാണ്. ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്തു. ആദ്യം വേണ്ടത് 3ാമത്തതാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്താണ്? ത്രോംബിനായിട്ട് മാറുന്നു. ത്രോംബോപ്ലാസ്റ്റിന്റെയും കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ കെയുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ്. വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ എന്താണ്? പ്രോത്രോംബിൻ എന്തായിട്ട് മാറുന്നു? ത്രോംബിനായിട്ട് മാറുന്നു. പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നു. അപ്പൊ ഇത് 1ാമത്തെ ഘട്ടം, ഇത് 2ാമത്തെ ഘട്ടം. ഇനി ഫൈബ്രിനോജൻ എന്തായിട്ട് മാറുന്നു? ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ ടോപ്പിക്കാണ് ഇവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അടുത്ത് വരേണ്ടത്? ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളായിട്ട് മാറുന്നു. ഇതാണ് 3ാമത് വരേണ്ടത്. അപ്പൊ 3, 2, 1 റിവേഴ്സ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര.
ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? JP നഡ്ഡ. JP നഡ്ഡയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു. ദഹിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റണം. അപ്പൊ ഇത് ശരിയാണ്. പോഷകങ്ങൾ ചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളൊക്കെ ബ്ലഡ് ആണ് എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. അപ്പൊ ഇതും എന്താണ്? ശരിയാണ്. ഇനി ശരീര താപനില നിയന്ത്രിക്കുന്നു. നോക്കാം നമുക്ക്. ശരീരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ ആ ഒരു 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്നുണ്ട്. അതിന്റെ ദഹനം പൂർത്തിയാകുന്നത് അവസാന ഘട്ടമായ വിസർജനം നടക്കുമ്പോഴാണ് അല്ലെ. മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ്. താഴെ പറയുന്നതിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് എന്താ? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നിശാന്തത വൈറ്റമിൻ എ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതേപോലെ ബെറിബറി എന്താണ്? ബെറിബറി എന്ന് പറയുന്നത് വൈറ്റമിൻ B1 ബന്ധപ്പെട്ട അസുഖമാണ് ബെറിബറി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളെയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? നല്ല കൊഴുപ്പ് എന്ന് പറയുന്നത് അത് അപൂരിത കൊഴുപ്പാണ്. അപൂരിത കൊഴുപ്പ്. മനുഷ്യരിൽ ഏറ്റവും വലിയ ധമനിയാണ് ഏത്? അയോട്ട. അയോട്ടയാണ് മനുഷ്യരിലെ ഏറ്റവും വലിയ ധമനി ചോദിച്ചാൽ അത് അയോട്ടയാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി ഏതാണ്? ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് ഇവിടെ? സ്വിറ്റ്സർലാൻഡിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യരിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഏതാണത്? പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിലെ ഉറക്ക രീതികളെയൊക്കെ നിയന്ത്രിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ? വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയിൽ B3 ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. നാ എഴുതുന്ന പോലെയല്ലേ. അപ്പൊ നായാണ് നിയാസിൻ. B3 നിയാസിൻ. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് വാരിസെല്ല സോസ്റ്റർ. വാരിസെല്ല സോസ്റ്റർ ആണ് എന്ത്? ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രവർത്തനം എന്താണ്? ഊർജം നൽകുക. അതാണ് കാർബോഹൈഡ്രേറ്റ്. നമുക്ക് കഴിക്കുന്ന ഭക്ഷണം എന്താണ്? പ്രോട്ടീൻ ആണല്ലേ. പേശികൾ നിർമ്മിക്കാനൊക്കെ നമുക്ക് എന്താണ്? നമുക്ക് മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് വേണ്ടത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഊർജം കിട്ടുകയാണ്. 3R തത്വത്തിന്റെ ശരിയായ ക്രമം എന്താണ്? ശരിയായ ക്രമം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നല്ലേ. അപ്പൊ എന്താണ്? റെഡ്യൂസ് ചെയ്യുക, അടുത്ത എന്താണ്? റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളത്. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ആണ് എന്താ? ലിഗമെന്റുകൾ. ലിഗമെന്റുകളാണ് എല്ലുകളെ തമ്മിൽ. ഒരു എല്ലും നമ്മുടെ അസ്ഥിയും പേശിയും ആണെങ്കിൽ എന്താണ്? അത് ടെൻഡനുകളാണ്. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ക്യാൻസർ. ക്യാൻസർ ആണ്. അപ്പൊ ക്യാൻസർ ആണ് എന്ത് വരുന്നത്? നമ്മുടെ ശരീരത്തിലെ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ ആണ്. നെക്സ്റ്റ് നോക്കാം. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ്. അത് ഏതാണ്? അത് മെലാറ്റോണിൻ ആണ്. മെലാറ്റോണിൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് ഏതൊക്കെ? ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടമൊക്കെ. അപ്പൊ ഏതാണ്? ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത്? പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു. ആന്റി ക്യാൻസർ വൈറ്റമിൻ ആണ്. യുവത്വം നിലനിർത്തുന്നു. രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവയ്ക്ക് പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. പാലും മുട്ടയിലൊന്നും ജീവകം സി ഉണ്ടാവില്ല. ജീവകം സി മെയിനായിട്ട് നമുക്കറിയാം ഈ പറയുന്ന ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സിലൊക്കെയാണ് എന്ത് വരുന്നത്? ജീവകം സിയുടെ കണ്ടന്റ് കൂടുതലായി വരുന്നത്. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കില്ല. എന്തായിരിക്കും കാരണം? കണ്ണിലെ ലെൻസ് അതാര്യമായി കാഴ്ച വ്യക്തമാകാത്തതുകൊണ്ട്,
അപ്പൊ എന്താണ് വർണ്ണാന്തത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ത് ഈ പറയുന്ന, നമുക്കറിയാം പ്രാഥമിക നിറങ്ങളാണ് നിച്ചു നമ്മൾ പഠിക്കുന്നുണ്ട്, പച്ച, നീല, ചുവപ്പ്. ഇതിൽ ഈ പറയുന്ന ചുവപ്പും പച്ചയും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർണ്ണാന്തതയുള്ളവർക്ക് അതിനെ എന്താണ് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പൊ ഈ കോശങ്ങളുടെ തകരാറ് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, ചുവപ്പും പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് എന്തെന്നറിയപ്പെടുന്നത്, EEG ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി എന്ന് പറയുന്നത്? അത് ആസ്ട്രാസെനക്കയാണ്. ആസ്ട്രാസെനക്ക. കറണ്ട് അഫെയറും കൂടിയാണ്, പഠിച്ചു വെക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? അത് പോളോപോണി എന്ന ജീവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ആൻസർ കീ മാർക്ക് ചെയ്തതിൽ തെറ്റുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ആൻസർ. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ന്യൂട്രോഫിൽ നോക്കിക്കേ, ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. അതേപോലെ ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ബേസോഫിൽ എന്താ ചെയ്യുന്നത്? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്നോഫിൽ ആണെങ്കിലോ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വിങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് ആണെങ്കിലോ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അപ്പൊ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അതിൽ ആൻസർ വരേണ്ടത് ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലോക ആരോഗ്യ ദിനം ഏപ്രിൽ എഴുതിയപ്പോൾ ഞാനത് 17 എന്നാണ് എഴുതിയത്. ഏപ്രിൽ 7 ആണ് ലോക ആരോഗ്യ ദിനം. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്കിനി ഇനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 10th സിലബസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ബാക്കിയുണ്ട്. പിന്നെയുള്ളത് ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസും കൂടിയാണ്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്